ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കറി നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ കണ്ടോ? അപ്പോൾ അതാ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിരിക്കണം, പുഴ മീൻ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ നമ്മളെ ഈ തോട്ടിലാണ് നന്നാക്കുന്നത്. വേസ്റ്റൊന്നും തോട്ടിൽ കളയൂല. വേസ്റ്റൊക്കെ ഞാൻ അവിടെ വേസ്റ്റ് കളയണതിൽ തന്നെ കൊണ്ടേ കളയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും പ്രാവശ്യം തോട്ടത്തെ മീനോ പുഴ മീനോ ഒക്കെ കിട്ടിയോ, കറി വെച്ചോ? കണ്ടോ, വലിയ മീനാണേ. മീൻ നന്നാക്കി കൊണ്ടുവന്നു. മീൻ നന്നാക്കിയിട്ട് ഞാൻ കുളിച്ചുട്ടോ. ആ വെള്ളത്തിൽ ഇരുന്നിട്ട് ആകെ നനഞ്ഞിട്ടേ തണുപ്പും. അതിന് പിന്നെ നന്നാക്കി കഴിയാനായപ്പത്തിന് മഴയും പെയ്തു, ആകെ നനഞ്ഞു. പിന്നെ ഈ നനഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ചൊറിച്ചിലാവൂലേ, നേരത്തെ ഒരു ചൊറിച്ചിൽ വരും. നമ്മൾ എത്ര കഴുകിയിട്ടും കാര്യമല്ല. അപ്പോൾ പിന്നെ തേച്ചൊരച്ച് കുളിച്ചാൽ തന്നെ നമുക്ക് എന്തുള്ളൂ, ഒരു വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മീനൊക്കെ കഴുകി. പിന്നെ ഇനിയിപ്പോൾ മീൻ വെക്കുമ്പോൾ നല്ല ഉളുമ്പ് നാറ്റുണ്ടാവും. ഈ പുഴ മീനായാലും തോട്ടത്തെ മീനായാലും ഒക്കെ, മത്തിയൊക്കെ ആയാലും അതൊരു ഉളുമ്പ് നാറ്റാണ്. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല, വെച്ചാൽ നല്ല ടേസ്റ്റ് നമുക്ക് തിന്നും ചെയ്യാം. അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഇല്ല, വാസനയൊന്നുമില്ല. ഈ നഖത്തിൻ്റെ ഉള്ളിൽ കൂടെ ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകണം, എന്നാലേ മീനിൻ്റെ ഉടുമ്പുനാറ്റം പോവുള്ളൂ, അല്ലെങ്കിൽ പോകൂല. അതിപ്പോൾ ഇനി കറി വെച്ച് നമ്മൾ കൂട്ടിയാലും ഈ കയ്യാ വാസന ഉണ്ടാവും. നല്ല ഉരച്ച് കഴുകിയാൽ തന്നെ ആ മണമൊക്കെ പോകുള്ളൂ. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല കേട്ടോ, സമയമാണ് ഇപ്പോൾ. അപ്പോൾ മീൻ ഇതാ നന്നാക്കി നല്ലോണം മുറിച്ച് നല്ല കഷ്ണങ്ങൾ, തുണ്ടൻ കഷ്ണങ്ങൾ ഉണ്ട്. ഇത് നമുക്ക് പുഴമീൻ ഞാൻ കറി വെക്കണത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയായിട്ടൊന്നും അല്ല, പക്ഷെ എന്നാലും ഞാൻ വെക്കണത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. നല്ല മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ ഇതാ തീ പിന്നെ കത്തി പിടിച്ചിക്കണ്, അടുപ്പത്ത് വെച്ചാണ് ഉണ്ടാക്കണത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. പിന്നെ നല്ല വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിക്കണ് കേട്ടോ. ഇതാക്കണ് നല്ല വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ അത് കുതിരട്ടെ. അപ്പോൾ ഇത് ഇമ്മ തന്നതാണ് കേട്ടോ, ഇമ്മാൻ്റെ അടുത്ത് ഉണ്ട് നല്ല വാളൻപുളി. ഇമ്മക്ക് ആരോ കൊടുത്തതാണ്, കുറേ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാനത് വെയിലത്തിട്ട് ഉണക്കി വെച്ചതാണ്. പക്ഷേ ഇത് കുരു കളഞ്ഞിട്ടില്ല. വാളൻപുളിത്തെ കുരു കളഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ കുരു കുത്തിങ്ങാണ്ട് പിന്നെ അതിൽ എന്താ പറയുക, ഉറക്കുത്തം വരും. അപ്പോൾ കുരു കളഞ്ഞ് വെക്കണം, അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പം മീൻകറി ഉണ്ടാക്കുകയാണ്. എല്ലാവരും വരി, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെല്ലാവരും വരും. നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് കാണാം. നമ്മളെ ചട്ടി ഇതാ ചൂടായിക്കണ്. അപ്പോൾ ഇതാ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. കടുക് ഉലുവയും പൊട്ടിച്ചു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ വെളുത്തുള്ളിയും ചെറിയൊരു ചെറുള്ളിപ്പോണയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം പോളം നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ വാഴമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇടണം, വേണം നിർബന്ധമല്ല കേട്ടോ. എൻ്റെ അടുത്തില്ല, ഞാനത് നോക്കിയപ്പോൾ ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമ്മളെ പുളിവെള്ളം പുളി പാകത്തിന് ഒഴിച്ച് കൊടുക്കുക. പുളി ഏറരുത് കേട്ടോ. ഈ പുഴമീനിലൊക്കെ പെട്ടെന്ന് പുളി ഏറും കേട്ടോ. സാധാരണ മീനിൻ്റെ പോലെയല്ല, അപ്പോൾ കുറച്ച് പുളി മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചാറിലാണ് ഉണ്ടാക്കുന്നത്, കുറേ ചാറിലല്ല ഉണ്ടാക്കുന്നത്, എന്നാൽ വരട്ടിയല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ചെറിയൊരു ചാറിലാണ് ഈ മീൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുരുമുളകിൻ്റെ ഒരു ചുവ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പുഴമീൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മുള്ളിനൊക്കെ നല്ല ഉറപ്പാണ്. അപ്പോൾ നല്ലോണം ഒന്ന് കത്തി തിളച്ച് വെന്ത് കിട്ടണം. നമ്മുടെ പിന്നെ മത്തിൻ്റെയും അയിലിൻ്റെയും കടൽ മീനെ പോലെയല്ല പുഴമീൻ കേട്ടോ. ഒരു ഇറച്ചിക്കൊക്കെ ഉറപ്പുള്ള സൈസാണ്. എന്നാൽ വെന്ത് ഉടയാനും പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിക്കണം. ഇതിലിടയ്ക്ക് ഉപ്പും പുളിയും മുളകും എരിവും എല്ലാം പാകമാണ് കേട്ടോ, കറക്റ്റാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒരു 5 മിനിറ്റ് അങ്ങോട്ട് കത്തി തിളച്ച് അങ്ങോട്ട് എന്താ പറയുക വെന്ത് കഴിയുമ്പോൾ നമ്മളെ മീൻ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് വരും കേട്ടോ. അതിൽ കിടന്ന് വേവണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പുഴമീൻ്റെ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പൊരിച്ചാലും നല്ല ടേസ്റ്റാവും, പിന്നെ വരട്ടിയാലും ടേസ്റ്റാവും. അപ്പോൾ ഇത്തിരി ചാറ് നമ്മൾ കപ്പയിലേക്കോ ഒക്കെ പറ്റും ഇതിൻ്റെ കറി കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഈ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ മീൻ അത്യാവശ്യം വേവുണ്ട് കേട്ടോ. നല്ല പിന്നെ പുഴമീനായാലും തോട്ടത്തിൽ മീനായാലും ഒന്നും വേവണം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടൂല. അതിൻ്റെ മുള്ളിനൊക്കെ നല്ല ഈ പുഴമീൻ്റെ തോട്ടത്തിൽ മീൻ്റെ മുള്ള് നമ്മൾ കഴിക്കൂല, അത് കളയും. പക്ഷെ എന്നാലും അതൊന്ന് വെന്ത് കിട്ടണം, എന്നാൽ കലങ്ങാനും പാടില്ല. കണ്ടോ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് തിളച്ചാൽ മതി. ഇനി ഇത് എന്താ പറയുക, ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. എരിവ് ഉപ്പും എരിവും പുളിയൊക്കെ പാകാണ്. നമ്മൾ പിന്നെ എങ്ങനെ ഇട്ടാലും അത് കണക്കാവും കേട്ടോ. ഒരു സുമാറിനെ ഇടുള്ളൂ, പക്ഷെ അത് കണക്കാവും. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കും കേട്ടോ. ഇത് വാങ്ങി വെച്ചിട്ട് ഈ മൺചട്ടിയാണല്ലോ, മൺചട്ടിയിൽ ഇത് വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം തിളക്കണം. അപ്പോൾ ഞാൻ അത് വാങ്ങി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് തന്നെയാണ് വാങ്ങി വെക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് എടുക്കച്ചാലും മതി. തീ എന്നിട്ട് പിരിക്കണം, കാരണം അതിന് തീ വേണ്ട. പിന്നെ രാവിലെ എന്താ പറയുക, കുഞ്ഞാണേക്കാൻ്റെ ഇപ്പോൾ ടാപ്പിങ്ങിന് പോയിരുന്നു. ടാപ്പിങ് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ മീൻ നന്നാക്കണതും വെക്കണതൊക്കെ കേട്ടോ. ആകെ നനഞ്ഞേന്നു, ടാപ്പിങ്ങിന് പോയിട്ട് നനഞ്ഞു. ഈ മഴക്കാലമായ ഇനി ചുമയും ഇതിനും എന്താ പറയുക അങ്ങനെ കണ്ടോ. തീ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, ഇവിടുന്ന് വെള്ളം ഇങ്ങനെ പൈപ്പിൽ നിന്ന് കാട്ടിയിട്ട് ഈ തീൻ്റെ ഇങ്ങനെ കെടുത്തും. എന്നിട്ട് പിന്നെ ആ മൂലക്കൊക്കെ മാറ്റി വെക്കും. നല്ല കത്തും ചില സമയത്ത് തീ. വിറക് ഉണങ്ങിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, പിന്നെ അല്ല ഉണങ്ങിയാൽ പെട്ടെന്ന് കത്തും കേട്ടോ. മഴക്കാലമായ വിറക് നനയാൻ പാടില്ല, അങ്ങനെ ഉണ്ട് ഇവിടെ. അപ്പോൾ തന്നെ മീൻ ടേസ്റ്റ് നോക്കണമല്ലോ അല്ലേ. ഒന്ന് ടേസ്റ്റ് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാലേ മീൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അയ്യോ നല്ല ചൂടുണ്ട്. ഒന്ന് കഴിച്ചോട്ടെ കേട്ടോ. ആദ്യം ചോറ് കഴിക്കുക. ഇപ്പം ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിക്കുകയാണ് കുഞ്ഞാനാക്കാൻ. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കും. കുഞ്ഞാനാക്കാനോട് ഇങ്ങോട്ട് വരിക, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. കുഞ്ഞാനാക്കാക്ക് നല്ല സുഖമല്ല, കാലിന് എന്തോ വേദന ഉണ്ട് പറഞ്ഞു. ആ മുറിവായതിൻ്റെ
ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കറി നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ പുഴമീൻ. പൂച്ചാള് കരയുന്നുണ്ട് അവിടുന്ന്, കച്ചറയാ തോന്നുന്നു കേട്ടോ. പുഴമീൻ നല്ല വലിയ കഷ്ണമായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ.